ഇന്ന് നമ്മൾ കാതലിക്ക നേരമില്ലേ എന്ന് പറഞ്ഞ് പുതിയൊരു തമിഴ് സിനിമ ഇറങ്ങുന്നുണ്ട്. അതിലെ ഒരു പാട്ട് ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ പേരെന്താണ് ചേട്ടാ? പാട്ടിൻ്റെ എണ്ണൈ ഇഴുക്കുതടി. അത് ആക്ച്വലി ജയൻ്റവിയും നിത്യാമേനനുമാണ് മെയിൻ ക്യാരക്ടേഴ്സ് അഭിനയിച്ചിരിക്കുന്നത്. പാട്ട് പാടിയിരിക്കുന്നത് ദിയാണ്. ആൻഡ് ഇത് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഗോട്ട് എ റഹ്മാൻ. അതെ. അപ്പോൾ നമുക്ക് ആ പാട്ടൊന്ന് കണ്ടുപോകാം. പാട്ടിൽ എന്നെ ഇഴുക്കുതടി. ഓ റെഡ് ജെയിൻ മൂവീസ്. ഇസൈ പുയൽ എ ആർ റഹ്മാൻ. ആണോ? ദിയോന്നോ? അവരെന്നാണ് അഭിനയിക്കുന്നത്? പുള്ളി ഭയങ്കരമായിട്ട് ഡാൻസ് ഒക്കെ കളിക്കുക അല്ലേ? പുള്ളി കുറച്ചൊരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളാണ്. എങ്ങനെ ഡാൻസ് കളിക്കുന്നത് റെട്രോ വൈബാണോ മൊത്തത്തിൽ? പുള്ളിയുടെ ഡ്രസ്സൊക്കെ ഉണ്ടോ? പ്രമോസവും കാണുന്നു അല്ലേ? പുള്ളി സ്റ്റെപ്പൊക്കെ അല്ലേ? ആദ്യമായിട്ടാ അങ്ങനെ കാണുന്നത്. അല്ല, മറ്റേ ഇതിനകത്ത് കളിച്ചിട്ടുണ്ട്. അതും അതെ, പാട്ട് ഇറങ്ങിയില്ല. അതിനകത്ത് ഇങ്ങനെ വലിയ കളിയൊന്നും ഇതുപോലെയൊക്കെ ഇറങ്ങാൻ. ഇതാണ് ഇത് പുള്ളി. കാരണം പുള്ളിയുടെ കുറച്ച് കംഫർട്ട് സോണിൽ നിന്ന് കുറച്ച് വെളി വന്ന പോലത്തെ പരിപാടിയാണേ. ഓ, ഉദയനിധിയുടെ വൈഫാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഇത് പടം ഡയറക്റ്റ് ചെയ്യുന്നത് ഉണ്ടോ? കൃതിക ഉദയനിധി. അതായത് പുള്ളിക്കാരി മറ്റേ പടം ചെയ്തത് വണക്കം ചെന്നൈ. പുള്ളിക്കാരില്ലേ ഇതേക്കുന്നത്? ശരിക്കും എ ആർ റഹ്മാൻ പുള്ളിയുടെ കംഫർട്ട് സോൺ വിട്ട് പുറത്ത് വന്നിട്ട് ചെയ്യുന്ന പോലെയൊക്കെ അല്ലേ കുറച്ച്. ഇത് ആക്ച്വലി പടത്തിൻ്റെ പ്രൊമോഷൻ ആണ് കേട്ടോ. അതൊക്കെ അവർ വരാൻ പോകുന്നുള്ളൂ. ആണോ? ഓക്കെ, ശരി. ഒരു ഗ്ലിംസ് ഇറങ്ങുന്നുണ്ടായിരുന്നു. ഇത് ഡയറക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഉദയനിധി സ്റ്റാലിൻ്റെ വൈഫാണ്. പുള്ളിക്കാരി ആക്ച്വലി ഇതിനു മുമ്പ് ഒരു പടം ചെയ്തിട്ടുണ്ട്, വണക്കം ചെന്നൈ. നമ്മുടെ ശിവ, പ്രിയ, ആനന്ദൊക്കെ. അതിൽ മ്യൂസിക് കേൾക്കുന്ന അനിരുദ്ധ. അതിൻ്റെ ആൽബം ഫുള്ള് ഭയങ്കര ഹിറ്റായിരുന്നു.
അതെ അതിന്റെ പാട്ട് എടുത്തേക്കുന്ന ഭയങ്കര രസമായിരുന്നു. അതെ ഇവിടെ ഓർമ്മയുണ്ട് ശിവയ്ക്ക് മറ്റേ തോർത്ത് വെച്ചുള്ള സ്റ്റെപ്പ് കൊടുത്ത്. അല്ല പുള്ളി ഭയങ്കര കോമഡി ലൈനിൽ പടം. ആ പടം കുറച്ചൊരു രസമുള്ള പടമായിരുന്നു. ആ പടം നമ്മൾ കണ്ടുള്ള കഥയൊക്കെ രസമുണ്ടായിരുന്നു. പുള്ളി അങ്ങനെ കാണാറുണ്ട്. പുള്ളി കുറച്ചുകൂടെ പുള്ളി എപ്പോഴും സ്പൂഫ് ലെവൽ പരിപാടി. പക്ഷെ അത് ഭയങ്കര അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് പുള്ളിയുടെ. പക്ഷേ ആക്ച്വലി ഈ ജയൻ്റവി നിത്യാമേനോൻ കോംബോ അത് ഫസ്റ്റ് ടൈം അല്ലേ? അതെ ഇതിന് മുമ്പ് വന്നിട്ടില്ല. അത് ഭയങ്കര ഫ്രഷ് ആയിട്ട് തോന്നി. വേറെ കാര്യം ശ്രദ്ധിച്ചോ, ഇവരിപ്പോൾ രണ്ടുപേരും ഡിവോഴ്സ്ഡ് ആണ്. ജയദേവിയും എ ആർ റഹ്മാൻ അങ്ങനെ രണ്ടുപേരും ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു സംയുക്തമായിട്ടുള്ള ഒരു പരിപാടി. അല്ല ആക്ച്വലി അതൊക്കെ അതിന് മുമ്പ് വന്ന പടമല്ല. അപ്പോൾ ഏതായാലും ഈ സിനിമയുടെ താടി വെച്ചിട്ട് അല്ല ജയൻ്റവിക്ക് ഇങ്ങനത്തെ ലൈറ്റ് ആയിട്ട് പടങ്ങൾ വരെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വർക്കാൻ ചാൻസ് ഉള്ള സാധനങ്ങളൊക്കെ പുള്ളിയുടെ എപ്പോഴും പുള്ളി ഏറ്റവും കൂടുതൽ ഹിറ്റ് കൊടുത്തിരിക്കുന്നത് അങ്ങനത്തെ പടങ്ങളാണ്. ഈ മാസം സന്തോഷ് സുബ്രഹ്മണ്യം ആ ടൈമിൽ സാധനം എടുത്ത് അറിയാം. പുള്ളിയുടെ എപ്പോഴും റോം കോം ആണ് പുള്ളിക്ക് ഏറ്റവും കൂടുതൽ ഹിറ്റ്. കോമാളിയൊക്കെ വർക്ക് ആയല്ലോ. അതല്ലെങ്കിൽ നോക്കിയാൽ. അപ്പോൾ ഇനി ഈ പടത്തിൻ്റെ ടീസറോ ട്രെയിലറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരട്ടെ, നമുക്ക് അപ്പോൾ അറിയാം എന്താ പരിപാടി അല്ലേ. പാട്ട് രസം ഉണ്ടായിരുന്നു. അതെ പാട്ട് കൊള്ളായിരുന്നു. ഇസൈപ്പുയൽ എ ആർ റഹ്മാൻ്റെ മറ്റൊരു ബാങ്ങർ ആയിരിക്കുന്നു. എസ്പെഷ്യലി ഡാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് അങ്ങനെ കാണാത്തതുകൊണ്ട് കുറച്ച് രസമുണ്ടായിരുന്നു. സാർ കുറച്ചുകൂടെ കളിക്കുക സാർ എന്ന്. അതെ പുള്ളി ശരിക്കും ശരീരമൊക്കെ അല്ലെങ്കിൽ ഡാൻസ് കളിക്കുന്നത്. പണ്ട് പുള്ളി എപ്പോഴും ഇങ്ങനെ നിന്ന് ഇങ്ങനെ ചെറിയ ചെറിയ സ്റ്റെപ്പൊക്കെ നല്ലത്, ഇതിനകത്ത് ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. ഒരു സ്റ്റെപ്പ് എനിക്കൊന്ന് കൊറിയോഗ്രാഫർ ഇങ്ങനെ സാധനം ഉണ്ടായിരുന്നു. ഇങ്ങനെ കൊറിയോഗ്രാഫർ പറഞ്ഞാണ് ഇങ്ങനെ 1 2 3 അപ്പോൾ അത് പുള്ളി ശ്രദ്ധിച്ചിട്ട് അതേപോലെ ഇങ്ങനെ അതാ പറഞ്ഞത്. അത് രസമാണ്. പുള്ളി ഇപ്പം പുള്ളി ഇൻട്രോവേർട്ട് നമ്മൾ പുള്ളി ഇൻട്രോവേർട്ടാണ്. പുള്ളി ഭയങ്കര ഇൻട്രോവേർട്ടാണ്. പുള്ളി ഡാൻസ് വരെ എത്തി. പുള്ളി ഭയങ്കര കിടിലൻ ഡാൻസ് കേട്ടോ. പുള്ളി വേറെ അതെ പുള്ളി ഇടയ്ക്ക് പുഴുവടിക്കും. ഞാൻ പുഴുവടിക്കും.